നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മൗറിത്താനിയക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിനായിട്ട് കാര്യങ്ങൾ ഗംഭീരമായിട്ട് ഒരുക്കി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അർജൻറ്റീന. അതിനിടക്ക് ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു. വീണ്ടും ഒരു താരത്തിന് കൂടി പരിക്ക് പറ്റി. സ്ക്വാഡിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ലയണൽ സ്കലോനി. ഒഫീഷ്യലി ഇക്കാര്യം FA അറിയിച്ചു കഴിഞ്ഞു. യെസ്, മൊണ്ടീലിൻ്റെ പരിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ സൂചനകൾ നൽകിയിരുന്നു. മൊണ്ടീലിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. സോ ഗോൺസാലോ മൊണ്ടീലിനെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നിരിക്കുന്നു. പകരം ഇപ്പോൾ ഒരു പുതുമുഖ താരത്തെ ബ്രസീലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പാൽമിറാസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അഗസ്റ്റിൻ ഗിയയാണ് ഇപ്പോൾ സ്ക്വാഡിലേക്ക് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതായത് മൊണ്ടീലിന് പരിക്ക് പറ്റി, താരം സ്ക്വാഡിൽ നിന്ന് പുറത്തു പോകുന്നു. 22-കാരനായിട്ടുള്ള താരം അഗസ്റ്റിൻ ഗിയയാണ് ഗോൺസാലോ മൊണ്ടീലിന് പകരം ഇപ്പോൾ സ്ക്വാഡിലേക്ക് വരുന്നത്. സാംബിയക്കെതിരെയും മൗറിത്താനിയക്കെതിരെയുമാണ് അവരുടെ മത്സരങ്ങൾ. ആദ്യ മത്സരം മൗറിത്താനിയക്കെതിരെ. ഗിയ ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ പരിക്ക് പറ്റി റീപ്ലേസ് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ താരമാണ്. നേരത്തെ ലൂക്കാസ് മാർട്ടിനസ് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലിയനാർഡോ ബലേഡിക്ക് പകരമാണ് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് വിളിച്ചിരുന്നത്. ഇപ്പോഴിതാ പാൽമിറാസിൻ്റെ ഫുൾ ബാക്കിനെ സ്ക്വാഡിലേക്ക് വിളിച്ചിരിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം നേരത്തെ അർജൻറ്റീനയുടെ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. അത് സീനിയർ ലെവലിലല്ല, അണ്ടർ 20 ടീമിന് വേണ്ടി വേൾഡ് കപ്പ് അടക്കം കളിച്ചിട്ടുണ്ട്. 2023 വേൾഡ് കപ്പ് അടക്കം കളിച്ചിട്ടുണ്ട്. 2024 അദ്ദേഹം പാൽമിറാസിലേക്ക് ചേക്കേറുന്നത്. 73 മത്സരങ്ങൾ അവർക്ക് വേണ്ടി ഓൾറെഡി കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മികച്ച ഒരു താരത്തെ തന്നെയാണ് ഇപ്പോൾ സ്കലോനി ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.